ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഫാമിലിയിൽ കാണുന്ന മറ്റ് ചില ഓപ്ഷനുകളെ കൂടി ഈ അവസരത്തിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ കാണുന്ന ഈ സെറ്റില് ആദ്യത്തെ 3 ഐറ്റം നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് പോലെ ഉപയോഗിക്കുന്ന സംഗതികളാണ്. എന്നാൽ അടുത്ത 3 ഈ കാണുന്ന 3 നോർമലി നമ്മൾ ഉപയോഗിക്കാത്തതും, എന്നാൽ മറ്റ് ചില ഭാഷകളായിട്ടുള്ള കൊറിയ പോലുള്ള ഭാഷകൾ സാധാരണഗതിയിൽ താഴത്തുനിന്ന് മുകളിൽ നിന്ന് താഴത്തേക്കാണ് എഴുതി വരിക. അങ്ങനെ ഒരു വെർട്ടിക്കൽ ടൈപ്പ് ഭാഷകൾക്കാണ് ഈ ടൂൾ ഉപയോഗിക്കാം. നമുക്കും ടെക്സ്റ്റ് ആവശ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഈ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് പിന്നെ വരുന്നത് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും വരുന്നത്. കണ്ടോ, ഇതുപോലെ. ഇത് നോർമലി നമ്മൾ ഉപയോഗിക്കാറില്ല എങ്കിൽ കൂടി നമുക്ക് ആവശ്യമാണെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം. ഒരു ഡിസൈനിങ്ങിൽ എങ്ങനെ വേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത് നോർമലി വരുന്നത് ഈ ചൈനീസ് പോലുള്ള ഭാഷകളിൽ അല്ലെങ്കിൽ താഴത്തുനിന്ന് മുകളിലേക്ക് എഴുതുന്ന കൊറിയൻ പോലുള്ള ഭാഷകൾക്കാണ് ഉപയോഗപ്പെടുത്തി വരാറ്. മറ്റ് ടൂളുകളെല്ലാം ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തതിന്റെ പോലുള്ള എന്താ പറയാ വെർട്ടിക്കൽ ഏരിയ ടൈപ്പ് ടൂളും വെർട്ടിക്കൽ ടൈപ്പ് ഓൺ പാത്ത് ടൂളും ഒക്കെയാണ്. ഇതും നേരത്തെ പരിചയിച്ച ശീലുകളിലൂടെ പരിശോധിച്ച് നോക്കുക തീർച്ചയായിട്ടും സാധ്യമാണ്.